Okay, take your textbook. Take page number 44. So in the last class we studied how to copy and paste, then how to cut and paste. Do you remember what is how to cut and paste? Cutting and pasting പഠിച്ചായിരുന്നു നമ്മള്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? Yes. ഓർമ്മയുണ്ട്. Okay, once again I will show. Can you see the screen now? Yes, okay. Yes. So, then an outline color matte, then I'll go to the paint box here. From there I selected, I'll select yellow color, then I'll fill with yellow color. Okay, see, ഈ പിക്ചറിന്റെ സേറക്കുട്ടി ഞാൻ കുറെ സമയം വിളിച്ചായിരുന്നല്ലോ, സേറ കേട്ടായിരുന്നോ? വേറെ അറിയൂ എവിടെയാ ഉള്ളത്? മോളുടെ വീട്ടിൽ തന്നെയാണോ അതോ ആന്റിയുടെ വീട്ടിലാണോ ഉള്ളേ? മോളുടെ വീട്ടിലാ? അല്ല, ഓക്കെ. ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഓക്കെ. ഇന്നലെ PTIക്ക് ആരെയും കണ്ടില്ലല്ലോ? മമ്മീനെ കണ്ടില്ലല്ലോ? മമ്മി പപ്പ ആരെയും കണ്ടില്ലല്ലോ PTIയില്? അതെയോ? ഓക്കെ, ശരി. മമ്മിയോട് എന്നെ വിളിക്കാൻ പറയണേ. ശരി. ഓക്കെ, സി ഹിയർ നമ്മൾ ചിത്രം സെലക്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തെങ്ങനെ പഠിച്ചത്? ഇവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം ഫസ്റ്റ്. പിന്നെ നമ്മള് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പകുതി ഭാഗം എവിടെയെങ്കിലും കുറച്ച് ഭാഗം മാത്രമായിട്ട് കുറച്ച് ഏരിയ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ഫോം ഉണ്ട്, റെക്ടാങ്കുലർ സെലക്ഷൻ ഉണ്ട്. നമ്മൾ റെക്ടാങ്കുലർ സെലക്ഷൻ എടുക്കുന്നു. അപ്പൊ നമ്മൾ ഫുൾ എടുക്കണമെങ്കിൽ നമ്മൾ മേള് മുതൽ വരച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഫുള്ള് കിട്ടുള്ളൂ. മൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ക്ലിയർ ആയിട്ട് എടുക്കാം. പക്ഷെ ഇത് മിസ് ഈ ലാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ കോപ്പി ഉണ്ട്, ക്ലിക്ക് ഓൺ കോപ്പി, അല്ലെങ്കിൽ Ctrl+C. ഓക്കെ, കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുന്നു. Then here, okay, here paste option is there. Will click. Sorry, ഇത് സെലക്ടഡ് ആയില്ലായിരുന്നു. Or go to file. Copy ആയി, then click here, then paste. ഓക്കെ, പേസ്റ്റ് വന്നു. അപ്പൊ ഇവിടെ ഈ സ്റ്റാർ അതുപോലെ തന്നെയുണ്ട്, നമ്മൾ വേറൊരെണ്ണം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി one thing you have to always have to remember that on the left side of the top part of the screen will be the pasted copy will be appeared. നമ്മളുടെ സ്ക്രീനിലേക്ക് നോക്കുക. സേറ മോളെ പ്ലീസ് look at the screen. നമ്മൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും അത് ആദ്യം വരുന്നത് എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിലെ ടോപ്പ് പോർഷനിലാണ് സംഭവം വരുന്നത്. എത്ര പിക്ചർ നമ്മൾ അവിടെ കോപ്പി ചെയ്തെന്നാലും പേസ്റ്റ് കൊടുത്താലും ഇറ്റ് വിൽ ബി അപ്പിയർഡ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് സൈഡ് മേളില്. ഓക്കെ,
ഫ്രം ഹിയർ നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിത്രം നമ്മൾ ഡ്രാഗ് ചെയ്ത് ഞാൻ 2-3 തവണ പേസ്റ്റിന്റെ ഓപ്ഷൻ കൊടുത്തായിരുന്നു. അത് അതാരാ ഇടയ്ക്ക് വന്ന് അൺമ്യൂട്ട് ചെയ്തയാളാ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര കോപ്പീസ് വേണമെങ്കിലും എടുക്കാം. അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് ആണ്. അതിന് മുന്നേ നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഡിഡ് വി റൈറ്റ് ദാറ്റ്? എഴുതിയായിരുന്നു. പേജ് നമ്പർ 44. പേജ് നമ്പർ 44 എടുത്തേ. ഓക്കെ, ശരി. First question is, you can use the dash tool to draw a polygons. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, you can use the dash tool to draw polygons. What will be the answer? You know, polygon. The answer. Where is polygon? Is page number 40 ടോപ്പ് പാർട്ടിലുണ്ട്. 40ാമത്തെ പേജിലെ മേളിൽ തന്നെ കിടപ്പുണ്ട് പോളിഗണിന്റെ സ്പെല്ലിംഗ്. ഡ്രോയിങ് പോളിഗൺസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങില് പോളിഗൺ, POLYGON, പോളിഗൺ. സോ ആൻസർ എഴുതേണ്ടത് പോളിഗൺ ആണ്. ആൻഡ് അതിന്റെ ഒരു ചിത്രമുണ്ട്. അത് പോളിഗൺ. നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ആ ചിത്രം വേണമെങ്കിൽ അതിന്റെ 2-3 1 2 3 4th ലൈനിൽ നോക്കിക്കേ. 4th ലൈനിൽ ഒരു കോമ പോലത്തെ, ഒരു കോമയല്ല ശരിക്കും പറഞ്ഞത്, ഒരു സിക്സാഗ് പോലെ ഒരു സംഭവം നിങ്ങൾ കണ്ടോ? അതായത് നമ്മുടെ സ്ക്രീനിലെ ഇതാണ് പോളിഗൺ. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഷെഫി മോൾ എഴുതിയ പോളിഗൺ? ഡിഡ് യു റൈറ്റ് പോളിഗൺ? എഴുതി. ദ സിംബൽ ഈസ് ദിസ്. ആ പേജ് നമ്പറിൽ തന്നെ polygon. First answer polygon. Yeah. POLYGON, പോളിഗൺ. ഇനി അതിന്റെ ചിത്രം, ആ പോളിഗൺ എങ്ങനെ എഴുതാന്ന് വരയ്ക്കുന്ന ചിത്രം കണ്ടോ? ഇങ്ങനെ ഒരു എൽ ഓപ്പോസിറ്റിൽ എഴുതിയ പോലെ ഒരു ചിത്രം കണ്ടോ? അത് വരയ്ക്കണം കേട്ടോ. ആ ഒരു സിമ്പിൾ നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്നവർ കാണാൻ പറ്റും. അത് ആ സിമ്പിൾ ഒന്ന് നോക്കി ടെക്സ്റ്റ് ബുക്കിലെ പോലെ വെച്ചാൽ മതി. എല്ല് നേരെ തിരിച്ചെഴുതുന്ന പോലെ, അല്ല എല്ല് എഴുതുന്ന പോലെ അല്ല, തിരിച്ചല്ല, സോറി, ക്യാപിറ്റൽ ലെറ്റർ എല്ല് എഴുതുന്ന പോലത്തെ. ഓക്കെ, next tool to draw. Next, second question. To erase the selected area from the picture, select dash from the edit menu. Clear selection. Page number 41 നമ്മുടെ സെക്കൻഡ് ആപ്പിളിന്റെ ചിത്രമില്ലേ? പേജ് നമ്പർ 41 സെക്കൻഡ് ആപ്പിളിന്റെ ആ ചിത്രത്തിന്റെ അവിടെ റെഡിങ്കില് റെഡ് ആരോ മാർക്ക് പോലെ തന്നിട്ടുണ്ട്. അതിൽ 3ാമത്തെ നോക്കുക. സെലക്ട് ക്ലിയർ സെലക്ഷൻ. സെലക്ട് ക്ലിയർ സെലക്ഷൻ. അത് പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുകളിലത്തെ പാരഗ്രാഫില് SELECT സെലക്ട്, സോറി ക്ലിയർ, CLEAR ക്ലിയർ, SELECTION ക്ലിയർ സെലക്ഷൻ. കണ്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും. ഇഫ് എനിബഡി ഡിഡ്ന്റ് സീ പ്ലീസ് ടെൽ. ഐ വിൽ ടെൽ ദ സ്പെല്ലിംഗ്. ക്ലിയർ, yes, clear selection. Second one's answer.
Okay, next one. I hope you might have completed. And third one is to select a free form area, click on dash in the toolbox. To select a free form area, click on the. ഇപ്പൊ നിങ്ങൾ എഴുതിയ ക്ലിയർ സെലക്ഷന്റെ മേളില് ഒരു സ്റ്റാർ പോലത്തെ ഒരു ചിത്രം കണ്ടോ? ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ സ്റ്റാർ. പേജ് നമ്പർ 41 നമ്മുടെ സെക്കൻഡ് ആപ്പിളിന്റെ മേളില് അതിന്റെ ചിത്രത്തിന്റെ ഇപ്പുറം സൈഡിലായിട്ടുണ്ട്. അല്ലെങ്കിൽ സെലക്ടിങ് ആൻഡ് റൈസിംഗ് ഹെഡിങ്ങിന്റെ അവിടെ ഒരു സ്ക്വയറിന്റെ ചിത്രവും പിന്നെ ഒരു സ്റ്റാർ പോലത്തെ ചിത്രവും കാണുന്നില്ലേ? ഓക്കെ, യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദാറ്റ് വേ. അതുപോലെ വരച്ചു വെക്കണം. അതാണ് ഫ്രീ ഫോം. പക്ഷെ എന്താ പറയുന്നത്, ഒരു വളവും ഫ്രീ ഫോം. യെസ്, ഫ്രീ ഫോം എഴുതിയിട്ട് ആ ചിത്രം വരയ്ക്കുക കേട്ടോ. നല്ലൊരു സ്റ്റാർ ആകല്ലേ, ഒരു വളഞ്ഞ് അല്ല എന്താ പറയണ്ടേ, ചെറിയൊരു ഷെഫിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. എന്തിനാ വരയ്ക്കാൻ കൊടുത്ത? ഒരു കുഞ്ഞു സ്റ്റാർ വരയ്ക്കാൻ പോലെ അറിയത്തില്ല. അതൊക്കെ വരച്ച് പഠിക്കുക. എക്സാമിന് ആര് വരയ്ക്കും? ഷോൺകുട്ടൻ വരയ്ക്കുവോ? അതുപോലെ ഒന്ന് വരച്ച ഒരു സ്റ്റാർ പോലെ. സ്റ്റാറൊന്നും പറയാൻ പറ്റില്ല, ഇതിനകത്ത് ഇങ്ങനെയാണുള്ളത് അല്ലേ? Okay, next fourth one, to select an entire picture, select the dash option from the edit menu. Select all. Select all. Page number 41 ile last paragraph ilunde. To select an entire picture, select all option from the edit menu or press Ctrl+A. നിങ്ങൾ select all കൊടുത്താൽ മതി. SELECT select ALL all. Page number 14, sorry 14 not 41. 41 പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട് സെലക്ട് ഓൾ സ്പെല്ലിംഗ്. ഷെഫിക്കുട്ടി എഴുതിയിട്ടാണ് ഇരിക്കുന്നത്, പെൻസിലും കടിച്ചുണ്ട്. ഓക്കെ, ഗുഡ് ഗേൾ. അല്ല എഴുതിയ മോളെ, ഫസ്റ്റ് വൺ ആണോ? പോളിഗൺ, POLYGON, പോളിഗൺ. പോളിഗണിന്റെ കൂട്ടത്തില് പേജ് നമ്പർ 40 പോളിഗൺ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഉണ്ടോ? ആ പോളിഗണിന്റെ ഹെഡിങ്ങിൽ അവിടെ അതിന്റെ പോളിഗണിന്റെ സിമ്പിളും ഉണ്ട്, ഒരു L പോലെ. ആ സിമ്പിളും കൂടെ വരയ്ക്കണം കേട്ടോ. Did you write first one? No reply. The second one? Yes. Okay, second one is a clear selection. Miss first one. ഇത് ആരാ ഇപ്പൊ ഈ ഫസ്റ്റ് വൺ ചോദിക്കുന്ന ആള്? പേര് പറ. സേറ. പോളിഗൺ, POLYGON, പേജ് നമ്പർ 40 40ാമത്തെ പേജിൽ ഏറ്റവും മേളത്തെ ഹെഡിങ്ങിൽ കിടപ്പുണ്ട് ഡ്രോയിങ് പോളിഗൺസ് എന്ന് പറഞ്ഞ. അപ്പൊ പോളിഗന്റെ സ്പെല്ലിങ് പേജ് നമ്പർ 40 നോക്കി എഴുതുക കേട്ടോ. Did you see Sarah? പോളിഗന്റെ സിമ്പിൾ കണ്ടോ? ലൈക്ക് L പോലെ. അതും വരയ്ക്കണം. L എന്ന് പറഞ്ഞാൽ ഡബിൾ L പോലെയാണ്. അത് ഇങ്ങനെ വീതിയിൽ വരയ്ക്കണേ നിങ്ങള്. വരച്ച പോലെ. ഓക്കെ, സെക്കൻഡ് വൺ എഴുതിയതാണോ? തേർഡ് വണ്? ഫോർത്ത് വൺ സെലക്ട് ഓൾ.
എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് ഇത് ആരെ ഇടയ്ക്ക് കയറി പറയുന്ന ആള്? സെക്കൻഡ് വൺ ആർക്കാ അറിയണ്ടേ? പേര് പറഞ്ഞേ. ആഷിൻ. ആഷിൻ ഇടയ്ക്ക് എവിടെയോ മുങ്ങിയായിരുന്നു അല്ലെ? ശരി. ക്ലിയർ സെലക്ഷൻ. ആഷിനെ ഓക്കെ. ആഷിനെ എഴുതിക്കോ. ക്ലിയർ സെലക്ഷൻ. ക്ലിയർ സെലക്ഷൻ പേജ് നമ്പർ 41 ലാസ്റ്റ് പാരഗ്രാഫിന്റെ മേളിലുള്ള തൊട്ട് മേളിലുള്ള പാരഗ്രാഫിൽ കിടപ്പുണ്ട് ക്ലിയർ സെലക്ഷൻ. മാഡം ഫിഫ്ത്ത് പറയാം മോനെ, പറയാം. ആക്ഷൻ കംപ്ലീറ്റഡ് എഴുതിയ മോനെ. Second one did you complete? Yes. To select a free form area, click on free form. Page number 41 selecting and erasing എന്നുള്ള ഹെഡിങ്ങില് കിടപ്പുണ്ട്. മേളത്തെ ആ ഹെഡിങ്ങിൽ തന്നെ ഫ്രീ ഫോം ഉണ്ട്. അതിന്റെ ഒരു സിമ്പിൾ ലൈക്ക് എ സ്റ്റാർ കണ്ടോ? പേജ് നമ്പർ 41 ഏറ്റവും ടോപ്പിലുള്ള പാരഗ്രാഫില് സെലക്ടിങ് ആൻഡ് എറൈസിങ്. ഓക്കെ, അത് സ്റ്റാർ പോലെ വരയ്ക്കൽ ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്. ഓക്കെ, കഴിഞ്ഞ മുത്തേ. കഴിഞ്ഞ മോനെ. Ashin completed third one. Yes, next fourth one is select all. Page number 41 last paragraph il undu select all. Fifth one. Next fifth one to everybody I am telling. Fifth one to select the selected image is always pasted on the top dash corner of the screen. ഇപ്പോ നിങ്ങളെ ഞാൻ കാണിച്ചതാ. സ്ക്രീനിന്റെ ഏത് ഭാഗത്താ വരുന്നത്? Yes, very good. Left hand. Page number 43 first line ile last ആയിട്ട് കിടപ്പുണ്ട്. Top left hand corner. Okay, left hand. Okay, that's all. Okay, once again check the answers. First one is polygon, second one is clear selection, third one is free form, and fourth one is select all, fifth one is left hand. Is everybody is correct? എല്ലാവരുടെയും കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചതെന്ന് ഞാൻ തോന്നുന്നു. ഓക്കെ, വൺസ് അഗൈൻ ഐ വിൽ ഷോ. നമ്മൾ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്റ്റാർ എടുക്കുന്നു. ഐ വിൽ ഡ്രോ ദാറ്റ് സ്റ്റാർ. ഓക്കെ, ദിസ് ഇസ് ബ്ലാക്ക് ഇൻ കളർ. ഐ വിൽ ഫിൽ ദ കളർ. അല്ല കുട്ടി, പ്ലീസ് ലുക്ക് അറ്റ് ഇറ്റ്. ഐ വിൽ ഫിൽ ഇറ്റ് വിത്ത് കളർ. ഓക്കെ, ആശുൻകുട്ടാ, ഈ സ്റ്റാറിൽ നോക്കുന്നോ വീട്ടിലെ മമ്മീനെ നോക്കുന്നോ? ഓക്കെ, ദിസ് ഈസ് വൺ സ്റ്റാർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ ആദ്യമേ തന്നെ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് ഇറ്റ്. ഒന്ന് ഫുള്ളായില്ലേ? ഒരു മിനിറ്റ്, ഇതിനിടയ്ക്ക് ആരെ പുറത്തു പോയി വന്നല്ലോ. ഓക്കെ, നമ്മുടെ മൗസ് മൗസ് അല്ല, നമ്മുടെ കീബോർഡ് ചെറിയൊരു പണിമുടക്കിലാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഐ ഹാവ് സെലക്ടഡ് ഹിയർ 2 more options are there. കട്ട് ആൻഡ് പേസ്റ്റ്. നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് പഠിച്ചു. കോപ്പി ആൻഡ് പേസ്റ്റില് ഒരു സേറമോളെ വരയ്ക്കല്ലേ? ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റില് വി വിൽ കീപ് ദ കോപ്പി ലൈക്ക് ദാറ്റ് വേ. ദ ഫസ്റ്റ് വൺ ഒറിജിനൽ വൺ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്ര വേണേലും കോപ്പി എടുക്കുന്നത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് മീൻസ് ഇത് നമ്മൾ കട്ടായി പോകും. ക്ലിക്ക് ഓൺ കട്ട്. ഇവിടെ കട്ട് ചെയ്തു, ക്ലിക്ക് ചെയ്യുന്നു, സംഭവം പോയി. ഈസ് ദർ ഓൺ ദി സ്ക്രീൻ?
ആഷിനെ ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. നിന്നോട് ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആഷിന്റെ മമ്മി ആ ഡോറൊന്ന് അടച്ചിട്ട് അവിടെ വരുന്നവർ ഇവന്. ഞാനിവിടെ ഒരു സ്റ്റാർ വരച്ചായിരുന്നു. വേർ ഇസ് ദ സ്റ്റാർ ആഷിൻ? ആഷിൻ, വേർ ഇസ് ദാറ്റ് സ്റ്റാർ? ചോറ് കഴിക്കാൻ പോയി അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ കട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തായിരുന്നു. സോ ഇറ്റ് ഹാസ് ബീൻ കട്ട് ഓഫ്. ഇനി നെക്സ്റ്റ് വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ഗോ ടു പേസ്റ്റ് ഓപ്ഷൻ. ഇറ്റ് ഈസ് പേസ്റ്റഡ് there again. Did you see? So cut and paste ലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സോറി, കോപ്പിയും കട്ടും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കോപ്പി ആൻഡ് പേസ്റ്റില് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്ത പിക്ചർ, നമ്മുടെ പിക്ചർ വിൽ ബി there. അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ we can take any copy. But if we give the cut command, what we have selected will be cut off. Okay, അത് കട്ടായി പോകും. അതിനെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളിപ്പോ കുറെ കുട്ടികൾ പല വേറെ സ്കൂളുകളിൽ നിന്നും വന്ന കുട്ടികളാണ് അല്ലെ? ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികളും ഉണ്ട്. സം സ്റ്റുഡൻസ് ആർ ന്യൂ ടു us. ആരോൺ കെ അജിത്ത്, ഇവിടെ ആരോൺ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ പ്ലീസ്. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവരുണ്ട്, പുതുതായിട്ട് വന്ന കുഞ്ഞുങ്ങളുണ്ട്. അതാണ് കോപ്പി ആൻഡ് പേസ്റ്റിന്റെ ഡിഫറൻസ്. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവരും ഉണ്ട്. ഇനി കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്കൂളിൽ നിന്ന് വന്ന മക്കളുണ്ട് അല്ലെ? അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയത് പോലെ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പിക്ചർ തന്നെയാണ് ഇത്, പക്ഷെ അവിടുന്ന് അതിന്റെ പൊസിഷൻ മാറി ഇങ്ങോട്ട് മാറി. ഇനി വേണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കട്ട് കൊടുത്താൽ ഇത് ഇവിടുന്ന് കട്ടാകും, വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് മനസ്സിലായില്ലേ മക്കളെ? ശരി. To cut the part of picture means to remove that part from the original picture. You can select an area of the picture, cut it and paste it elsewhere. For cutting and pasting the part of picture, follow the same steps as in the case of copying and pasting. Just remember that in place of selecting the copy option, we have to select a cut option. Copy എന്നുള്ള ഓപ്ഷന് പകരം നമ്മൾ കട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. ഡിഫറൻസ് പഴയത് അവിടുന്ന് കട്ടായി വേറെ സ്ഥലത്തേക്ക് മാറുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, net problem I think. Next, after selecting the cut, page number 45 ആണ്. After selecting the cut and paste option, the selected part of the picture gets pasted on the top right left hand. Same pastel വരുന്നത് എപ്പോഴും ടോപ്പ് ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും. ഇത് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതല്ല, എനിക്കിത് ലെഫ്റ്റ് സൈഡ് ആണ്. എൻ്റെ അടുത്ത് നമ്മുടെ ദേവപ്രിയ ഉണ്ട്. അപ്പൊ ദേവപ്രിയക്ക് മനസ്സിലായില്ലേ? ഇത് ലെഫ്റ്റ് സൈഡില് ആൻഡ് ടോപ്പ് പാർട്ടിലായിരിക്കും പേസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് വേണമെങ്കിൽ വലിച്ചു ഇങ്ങോട്ട് മാറ്റാം. ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചു തന്നായിരുന്നല്ലോ അല്ലെ, വലിച്ചു മാറ്റുന്നത് എങ്ങനെയാന്ന്. കുറച്ച് സെലക്ട് ആയില്ല, നമ്മുടെ മൗസ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം. അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യണം. ഇത് നമ്മുടെ ആഷിന്റെ കുഞ്ഞിപ്പെണ്ണ് എന്താണ്, ഞങ്ങൾക്കൊക്കെ ഉണ്ടോ തിന്നാനാ? ഏഞ്ചല് എന്തോ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഏഞ്ചല് ഞങ്ങൾക്ക് കൂടെ കഴിക്കാനുണ്ടോ അവളെ? എന്താ അവളുടെ കയ്യിലെ ആഷിനെ? ഈറ്റബിൾ ഒന്നും അല്ലേ? ശരി, ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. സോ നമുക്ക് എപ്പോഴും ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, then you can drag and paste the image to a new location as shown in the. പിന്നെ നമുക്ക് അവിടുന്ന് വലിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. ഇവിടെ select that Rindu wants to cut out the tree in the picture and paste it in front of the hut.
So help her to do. അപ്പൊ ഇതിപ്പം ഇവിടെ നമ്മളൊരു ചിത്രം നിങ്ങൾ നോക്കിയ പേജ് നമ്പർ 40, പേജ് നമ്പർ 45 ഒരു വീടിന്റെ ഒക്കെ ചിത്രം തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ചിത്രം അല്ലെ. അപ്പൊ മുകളിലത്തെ ചിത്രത്തിന്റെ അടുത്തോട്ട്, മുകളിലത്തെ പോലെ ഒരു ചിത്രം, ഒരു വീട്. അപ്പം ഇപ്പുറത്തുള്ള ഒരു ട്രീയുടെ ചിത്രം കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതേ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട്, ആൻഡ് പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സെലക്ട് ചെയ്യുമ്പോൾ ഹോൾ ട്രീ പാർട്ട് ഷുഡ് ബി ദേർ. അത്ര വലുതായിട്ട് സെലക്ട് ചെയ്യണം. ഇപ്പൊ മിസ്സിന് വഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് മൗസ് ഇല്ലാത്തതുകൊണ്ട്, അതിന്റെ ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹോൾ ട്രീ സെലക്ട് ചെയ്തിട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റിന് കൊടുക്കുക. പേസ്റ്റ് നമ്മൾ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ഫ്രം ലെഫ്റ്റ് സൈഡ് വി ക്യാൻ ഡ്രാഗ് ആൻഡ് കീപ് ദ ട്രീ വേർ വി നീഡ്. വലിച്ചിട്ട് ആ ട്രീ എവിടെയാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ചാൽ വെക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ ലെസൺ അങ്ങനെ കഴിഞ്ഞു. So lesson is over. മക്കൾക്ക് സ്ക്രീൻ ഒക്കെ ഷെയർ ചെയ്ത് കാണിച്ചപ്പോ മനസ്സിലായിരുന്നോ? എങ്ങനെ കോപ്പി ചെയ്യണം, എങ്ങനെ പേസ്റ്റ് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ച് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, 7 minutes are left. Take page number 46 with pencil. Pencil എടുത്തോളൂ, നമുക്ക് എഴുതാം. First, tick the right mark the correct answers. First one, the dash tool help us to draw curves. Eraser, curve, polygon. Which one will be the answer? Curve. Curve. Okay, B is the answer. Curve. C-U-R-V-E. Curve. Next, second question. Which of the following keys are used to select an entire picture in the drawing area? Control plus A, Control plus B, Control plus C. Control plus A. Very good. Control plus A. Okay, Control plus A. B എന്ന് പറയുമ്പോൾ പേസ്റ്റ് ആണ്, C എന്ന് പറയുമ്പോൾ കോപ്പി ആണ് കേട്ടോ. Control plus C എന്ന് പറയുമ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടി, Control plus B പേസ്റ്റിനാണ്. Okay, so answer is Control plus A. Third one, in which one of the following methods of pasting will be white background around the selected part of the image be visible after pasting? Transparent, translucent, and opaque. Opaque. Opaque is the answer. Okay. Opaque. Opaque. C is the answer. Put a tick mark for C. ഷമീല് ഫെഡറിൻ ആൻഡോൾ കേൾക്കുന്നുണ്ടാവില്ല അല്ലെ? വീഡിയോ കാണുന്നില്ലാത്തതുകൊണ്ട് അറിയില്ല നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ളത്. Can you hear? Okay, okay, good. Next. Fourth one, removing the selected part from the original picture is known as copying, cutting, and selecting. Cutting. Cutting. Cutting എന്ന് പറയുമ്പോൾ ഒറിജിനൽ പാർട്ട് നമ്മൾ അവിടുന്ന് മാറ്റി അല്ലേ? Okay, cutting is the answer. B. Cutting. So please once again check your answers whether it is correct or not. First one's answer is curve. Second one is Control plus A. Third one is opaque. Fourth one is cutting. Okay. Okay, ശരി, നമ്മുടെ ടൈം തീർന്നു. We will wind up the class. We will meet you in the next class. Okay, bye bye then. Bye bye. Bye bye. Bye bye. Bye bye.